വർഷ പോയപ്പോ ഇപ്പൊ വന്ദന. ചന്ദ്രികയുടെ മോളുടെ ശാപദോഷം ഈ കുടുംബത്തിന്റെ നെറുകയിൽ വീഴുകയാണോ ഭഗവതി? പാടില്ല, ഞാനങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എന്റെ മോളെപ്പോലെയാ വന്ദന. ദുഃഖങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ളവളാ. അവളെ എന്റെ മകൻ തലോടി ആശ്വസിപ്പിച്ചെങ്കിൽ അതവന്റെ കടമയാ. അവനെക്കാളും മുതിർന്നവളല്ലേ വന്ദന. ശ്യാം എപ്പോഴൊന്നും തിരിച്ചു വരരുതേ. അങ്ങയുടെ കണ്ണിപ്പെട്ട പ്രശ്നമാവും. ദേവി, അവന്റെ മനസ്സും ശരീരവും വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. വർഷയും വന്ദനയും സ്വന്തം അപ്പച്ചിയുടെ മക്കളാണെന്ന് ശ്യാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവൻ സ്വന്തം അമ്മാവന്റെ മകനാണെന്ന് അവരും അറിഞ്ഞിട്ടില്ല. പരസ്പരം അറിയാതെയുള്ള സ്നേഹബന്ധം. പരസ്പരം അറിഞ്ഞില്ലെങ്കിലും രക്തബന്ധത്തിന് അങ്ങനെ ഒരു ആകർഷണം ഉണ്ടെന്ന് ഭഗവതി അവരെ തോന്നിപ്പിക്കുന്നതാകാം. എല്ലാം അമ്മയുടെ ലീലാവിലാസം. രാത്രി ഇത്രയും നേരമായിട്ട് അവൻ തിരിച്ചു വന്നിട്ടില്ല. ഇനിയോട്ട് അവൻ വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അവന്റെ അന്ത്യോടക്കം അലവലാതി മാധവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഭോഷിച്ചവൻ. മാനത്തെ കൊട്ടാരം കെട്ടി എന്നെ തോൽപ്പിക്കാനായിരുന്നു അവളുടെ പാപം. അതേതായാലും നടന്നില്ല, ഇനിയോട്ട് നടക്കാനും പോണില്ല. പ്രണയ സാഫല്യത്തിന് വേണ്ടി എന്തും നെറുകേടും കാണിച്ചു കൂട്ടുന്ന ദുഷ്ടക്കൂട്ടങ്ങളല്ലേ. ഇപ്പൊ എന്റെ മോനെ വലവീശി പിടിച്ച് എന്നെ തോൽപ്പിക്കാനാ ആ ഉരുമ്പട്ടവളുടെ ഭാവം. അങ്ങനെ ഒരു സാഹചര്യം വന്നാ എടി ചന്ദ്രികേ, ശ്യാമിന്റെ ജഡമേ നിനക്ക് കിട്ടും. ജഡം. ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന എന്റെ മോനാ. പക്ഷെ അവനെ കൊല്ലാൻ പോലും മടിക്കല്ലേ ഈ കാര്യത്തിൽ. ഞാൻ എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബത്തിന്റെ അഭിമാനം. അച്ഛനിപ്പോ ഒറ്റയ്ക്ക. വിക്രം ആരാണെന്നും എന്താണെന്നും അച്ഛനെ ബോധ്യപ്പെടുത്താൻ ഇതിനും നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറ. അച്ഛന് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ അച്ഛൻ അച്ഛൻ എന്നോട് പറയാനുള്ളത്? ഇതെന്താ അച്ഛാ? പറയാം. അച്ഛൻ ഒരു കാര്യം പറഞ്ഞാ മോൾ അതനുസരിക്കണം. ഇതൊരു ബ്രോഷറാ.
ബോർഡിംഗ് സംവിധാനമുള്ള ഒരു സ്കൂളിന്റെ ബ്രോഷർ. ദിയമോളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാം. ദിയമോളിനെ അവിടെ നിൽക്കട്ടെ. അവളുടെ ഭാവിക്ക് നല്ലതാണ്. എന്താ മോളെ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അത് നടക്കില്ല. അവളെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. വന്ദനം, അച്ഛാ, മോളെ ഇനി വേർപിരിക്കാൻ നോക്കരുത്. വന്ദനെ, നീ എന്റെ മകളാ. ഞാൻ നിന്നെ ദത്തെടുത്ത് വളർത്തിയൊന്നുമല്ല, എന്റെ രക്തമാ. എവിടുന്നോ വന്നൊരു പെൺകുട്ടി കാരണം നിന്റെ ഭാവി തകർന്നടിയുന്നത് കണ്ടോണ്ടിരിക്കാൻ എനിക്കാവില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. പക്ഷെ ഇത് പറ്റില്ല. നീ എന്റെ മോളാ. എനിക്ക് നീയാ മകള്. ഒരു അന്യന്റെ മകളായ ദിയമോളെ കുറിച്ച് നിനക്ക് ഇത്ര വേവലാതിയോ? അപ്പോ എന്റെ സ്വന്തം മകളായ നിന്നെ കുറിച്ച് എനിക്ക് വേവലാതിപ്പെട്ടൂടെ? അതിനെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ജീവിതം വെറുത്ത അവസ്ഥയില്ല ഞാൻ. എപ്പോഴാ വഴിയിൽ വീണ് ചാകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു പോകും. വേണ്ടി വന്ന ഈ കൈകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ചു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. ഞാൻ പോവാ എങ്ങോട്ടെങ്കിലും. ഒന്നും പറ്റിയില്ലെങ്കിൽ മരണത്തിലേക്ക്. എന്നാലും എന്റെ മോളെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. ഒരു പഫ് എടുത്തു. ഇതിപ്പോ സ്ഥിരം പരിപാടിയാണല്ലേ? അല്ല, അച്ഛൻ എന്താ ഇവിടെ? ഞാൻ വാടക കൊടുക്കുന്ന വീടല്ലേ. എന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? പണിയെടുക്കാതെ ശരീരം സൂക്ഷിച്ച് ജീവിക്കുന്നവനാ നീ. ഇനി പണിയെടുത്ത് ജീവിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ചുമതലകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. എന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നിന്നെ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രകാശിനും വസന്തയ്ക്കുമൊക്കെ എന്നോട് ദേഷ്യമുണ്ട്. ഒരർത്ഥത്തിൽ അവര് പറയുന്നത് ശരി. ഒരു മകന് മാത്രം അച്ഛന്റെ സമ്പാദ്യം കൊടുത്തത് തെറ്റ് തന്നെയാണ്. ഈ കാര്യത്തില് അവർക്ക് എന്നോട് തീർത്താ തീരാത്ത ശത്രുതയുണ്ടെന്ന് എനിക്കറിയാലോ.
അറിയാം സർ. ആ പണം ഫലപ്രദമായി വിനിയോഗിച്ച് നീ ജീവിതത്തിൽ വിജയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാനുള്ളൊരവസരം നിനക്ക് കിട്ടിയെന്ന് വരില്ല. സ്വന്തം ഭാര്യ വീട്ടിൽ പോലും ഒരു വിലയും നിലയും ഇല്ലാത്ത അവസ്ഥയാണ് നിനക്കിപ്പോ. അത് മാറണമെങ്കിൽ ഇപ്പൊ ലഭിച്ച സന്ദർഭം ശരിക്കും മുതലാക്കണം. ഒരു വലിയ ബിസിനസ്സുകാരനായി നീ മാറണം. ഒരുപക്ഷെ ഇങ്ങനെ ഉപദേശിക്കാൻ നാളെ നിന്റെ അമ്മയോ ഞാനോ ഉണ്ടായിന്ന് വരില്ല. നിന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം അച്ഛന് കിട്ടിയെന്ന് വരില്ല. നിന്റെ ജീവിതം, നിന്നെ വിശ്വസിച്ച് മണിമാളികയിൽ നിന്ന് ഇറങ്ങി തിരിച്ച ഹരിതയുടെ ജീവിതം, നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതം, ഇതൊന്നും പാഴാക്കരുത് മോനെ. നിന്റെ ശ്വാസകോശത്തെ കാർന്ന് തിന്നുകൊണ്ടാണ് ഈ സിഗരറ്റ് എരിഞ്ഞു തീരുന്നത്. സിഗരറ്റ് പോലെ സ്വന്തം ജീവിതത്തെ എരിച്ചു തീർക്കരുത്. ആ എന്റെ ഉപദേശം നീ സ്വീകരിക്കുന്നെങ്കിൽ ഈ സിഗരറ്റ് വലിച്ചെറിയണം. ഇല്ലെങ്കിൽ വീണ്ടും കത്തിക്കാം, പുകയെടുക്കാം. സിഗരറ്റിനൊക്കെ ഇപ്പൊ മുടിഞ്ഞ വിലയാണ്. അച്ഛന്റെ കാലഹരണപ്പെട്ട ഉപദേശം കേട്ട് സിഗരറ്റ് വാങ്ങിയ പണം പാഴാക്കാൻ എനിക്ക് പറ്റില്ല. ഹോ, കുറ്റിക്കുണ്ട് വില. ബോർഡിംഗ് സംവിധാനമുള്ള ഒരു സ്കൂളിന്റെ ബ്രോഷർ ദിയമോളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാം. ഒരു ലോകം, എനിക്ക് മറ്റൊരു ലോകം. ഞങ്ങൾക്കിടയിൽ അങ്ങനെ രണ്ട് ലോകം ഇല്ലല്ലോ. ഞങ്ങളൊരു മനസ്സും ഒരു ശ്വാസമാണ്. എന്റെ ലോകം തന്നെ എന്റെ ദിയമോള. വന്ദനമ്മേ, വന്ദനമ്മേ, വന്ദനമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ.
എന്റെ മോൾ ഒരു ബോർഡിങ്ങിലും വിട്ട് പഠിപ്പിക്കില്ല ഞാൻ. അമ്മയ്ക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ ജീവനാണ്. ദിയമോളെ ബോർഡിങ്ങിലാക്കണമെന്ന് ഞാൻ പറയരുതായിരുന്നു. വന്ദനയ്ക്കും ദിയമോൾക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ശോ, എൻ്റെ വന്ദനമോളെ ഞാൻ വെറുതെ വേദനിപ്പിച്ചു. വേണ്ട, ദിയമോൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കട്ടെ. അത് മതി. എന്താ മോനെ, ഉറക്കം വരുന്നില്ലേ? ഉറക്കമൊക്കെ എന്നേ നഷ്ടപ്പെട്ടു അമ്മേ. ഇങ്ങ് വാ, അമ്മയുടെ അടുത്ത് വന്നിരിക്കെ. വാ, ഇവിടെ ഇരിക്കെ. എൻ്റെ മോൻ്റെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. എന്താടാ, അമ്മയോട് പറ. അമ്മേ, ഞാൻ അമ്മയുടെ മടിയിൽ ഒന്ന് കിടന്നോട്ടെ. എന്താടാ? അമ്മേ, ഈ മടി കിടക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം. ഞാൻ ഒരു നിമിഷം കൊണ്ട് കുട്ടിയായതുപോലെ, എന്നോ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു കിട്ടിയതുപോലെ. മോനെ, അമ്മ ഈ അവസ്ഥയിലും മരിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതേ ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നിന്റെ സ്നേഹം അത് അമ്മയ്ക്ക് മതിയാകാത്തത് കൊണ്ടാണ്. നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലേ ഈ അമ്മയ്ക്ക്? അമ്മയുടെ കാലശേഷം ഞാനൊരു പടുവയസ്സനായി പോവും അമ്മേ. എന്നെ മോനെന്ന് വിളിക്കാൻ ഈ ലോകത്ത് പിന്നെ ആരാ? മോനെ, അമ്മ എന്ന ഈ വിളക്ക് പടുതിരി കത്താറായി. വേണ്ടമ്മേ, ഈ വിളക്കണയുന്നത് വരെ മാത്രം മതി എനിക്കും ജീവിതം. അതിനുശേഷം എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ എവിടെ ഇറക്കി വയ്ക്കും?
പാവം ചന്ദ്രിക, അവൾക്ക് സങ്കടം ഇറക്കി വയ്ക്കാൻ ഞാനുണ്ട്. എനിക്കും പറയാമ, എനിക്കാരുണ്ട്? മോളെ